നമുക്കിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ പല ഫങ്ഷൻസും ഡിക്ലെയർ ചെയ്യാം. പിന്നെ വോയിഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം, റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. അത് പലതരത്തിൽ യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റ് കൊടുത്തു, ഇൻറ്റ് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് അതല്ലേ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് കൊടുക്കുക, എന്നിട്ട് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, എന്നിട്ട് റിട്ടേൺ ആയിട്ട്, അതായത് റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കണം? നമ്മളിപ്പോൾ ഈ നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിട്ടേൺ ആയിട്ട് എ കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് കൊടുക്കണം, ബി കൊടുക്കണം, എന്നിട്ട് സെമി കോളൻ ഇട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നേരെ താഴെ വന്നിട്ട് ഇനി ഇവിടെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻറ്റ് മെയിൻ കൊടുത്തു. ഓക്കെ, ഇൻറ്റ് മെയിൻ കൊടുത്തിട്ട് ഞാനിപ്പോൾ എന്താണ് കുറച്ച് നമ്പേഴ്സ് ഈ ഒരു എന്താണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. അതായത് ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സ് ആണ്, ഇൻറ്റിജർ ഫംഗ്ഷൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആഡ് ഫംഗ്ഷന്റെ പേര്, ഇൻറ്റ് എ എന്ന് പറയുന്നത് ആ ഒരു, അതായത് ഇപ്പോൾ ഇതൊരു 1 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഈ രണ്ട് എന്താണ് പിന്നെ ഈ വേരിയബിൾസ് ആണ് ഈ പാരാമീറ്റർ വഴി പാസ് ചെയ്ത്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പാരന്തസിസിന്റെ ഉള്ളിൽ രണ്ട് ഇൻറ്റ് എയും ഇൻറ്റ് ബിയും. എന്നിട്ട് ഇനി ഞാൻ ഇവിടെ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിന്റ്എഫില് അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ z ഈസ് ഈക്വൽ ടു ഇൻറ്റ് z ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. ഇൻറ്റ് z ഈസ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷന്റെ പേര് ആഡ് പാരാന്തസിസിൽ നമ്പേഴ്സ് കൊടുക്കുക 5, 10. അപ്പൊ 5ഉം 10ഉം 15 ആണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. സോറി, ഞാൻ പ്രിന്റ്എഫില് പ്രിന്റ്എഫില് എന്ത് ചെയ്യണം? നമ്മള് %d കൊടുത്തിട്ട് ഈ ഒരു z ഇവിടെ കോൾ ചെയ്യണം. വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ ആഡ് എന്ന് കൊടുക്കുക, ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് കൊടുക്കാം. സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് %d, z, അതായത് ഇപ്പൊ ഇത് പറയാന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു? ഫങ്ഷൻസ് കൊടുത്തു, എന്നിട്ട് റിട്ടേൺ ആയിട്ട് a പ്ലസ് ബി എന്ന് കൊടുത്തു, എന്നിട്ട് ഇവിടെ ഇൻറ്റ് മെയിൻ ഇൻറ്റ് z ഈസ് ഈക്വൽ ടു ആഡ് 5, 10, പ്രിന്റ്എഫില് സം ഓഫ് 2 നമ്പേഴ്സ് %d, z എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? സം ഓഫ് 2 നമ്പേഴ്സ് 15 കിട്ടി. അതായത് ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻറ്റ് z ഈസ് ഈക്വൽ ടു ആഡ് എന്ന് പറഞ്ഞിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവിടെ മുകൾക്കാണ് ഈ ഒരു ഫംഗ്ഷൻ ആഡ് എന്നിവിടെ കോൾ ചെയ്തപ്പോൾ ഈ ഒരു ഫംഗ്ഷൻക്ക് കോളായി. എന്നിട്ട് ഇവിടെ a പ്ലസ് ബി എന്നുള്ളത് വർക്ക് ചെയ്തു, അതായത് 5 + 10 എന്നുള്ള വർക്ക് ചെയ്ത് നമുക്ക് ആൻസർ. അപ്പൊ ഇതുപോലത്തെ കുറെ എന്തുണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഇനി ഒരു ഫങ്ഷൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണേ. ഇനിയിപ്പോ ഇൻറ്റ് മാക്സ് നമ്പേഴ്സ് കൊടുക്കാം, മാക്സ് നമ്പേഴ്സ്, എന്നിട്ട് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ കൊടുക്കുകയാണ് ഇഫ് എന്ത് a is greater than b, അതായത് a ബിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, ഇഫ് a ഗ്രേറ്റർ b എന്താണ്? a ആണ് പ്രിന്റ്എഫില് എന്താണ്? പ്രിന്റ്എഫില് a is greater, പ്രിന്റ്എഫില് എന്താണ്? a is greater. ഓക്കെ, എൽസ് എന്താണ്? b is greater. അതായത് ഇവിടെ ഇപ്പൊ നമ്മള് എന്താണ് കഴിഞ്ഞ മുമ്പുള്ള ഇഫും എൽസിലും കൊടുത്ത പോലെ നമ്മൾ അതേ ഒരു പ്രോഗ്രാം ഫംഗ്ഷനകത്ത് കൊടുക്കുക. അപ്പോൾ എൽസിൽ എന്ത് ചെയ്യണം? എൽസില് നമ്മള് പ്രിന്റ്എഫില് എന്താണ്? b is greater, പ്രിന്റ്എഫില് b is greater.
ഗ്രേറ്റർ. ഓക്കെ, ബി ഈസ് ഗ്രേറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ്, അതായത് ഇവിടെയാണ് ഇനി വർക്കിംഗ് വരുന്നത്, ഇൻഡ് മെയിൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയാ, നമുക്കിപ്പോൾ ഈ നമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻഡ് എ ഇസ് ഈക്വൽ ടു 10 കൊടുക്കുകയാണ്, ഇൻഡ് ബി ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുകയാണ്, 11 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇതിനെക്കാട്ടി എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സി കൊടുക്കാം, ഇൻഡ് സി കൊടുക്കാം. ഇൻഡ് സി ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈ ഒരു മാക്സ് നമ്പേഴ്സിന് കോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പാരാന്തസിസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഇൻഡ് എ കൊമ ഇൻഡ് ബി എന്നാണുള്ളത്. അപ്പോൾ അവിടെ ഈ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്, അതായത് ഇൻഡ് എക്ക് പകരം ഒരു നമ്പർ 7 കോമ ഇൻഡ് ബിക്ക് 10, അതായത് ഇൻഡ് എക്ക് 7 എടുത്തു വെച്ചു, ഇൻഡ് ബിക്ക് 10 എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രിന്റ് എഫിൽ ആരാണ് ഗ്രേറ്റർ എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് മിനിറ്റ് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യട്ടെ. അവിടെ പ്രിന്റ് എഫിൽ പ്രിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അതായത് ഈ ഇൻഡ് സി മാക്സ് നമ്പേഴ്സ് ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷനിലേക്കാണ് അത് പോകുന്നത്. ഈ ഫംഗ്ഷനിൽ ഇവിടെ ചെക്ക് ചെയ്യാണ് എ ബിനേക്കാളും, അതായത് ഈ 7,10, 7 എന്ന് പറഞ്ഞത് എ ആണ്, ബി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ പ്രിന്റ് എഫിൽ എ ഇസ് ഗ്രേറ്റർ, അതായത് ഇവിടെ ചെക്ക് ചെയ്ത് എ ഗ്രേറ്റർ ദാൻ എ ആണ് ഗ്രേറ്റർ ദാൻ, അതല്ലെങ്കിൽ എന്താണ് ബി ആണ് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ ബി ആണ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് എഫിൽ കാണിക്കേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടു. അപ്പൊ എന്തായി, ഇവിടെ ഈ ഒരു ഇത് വർക്കായി. അപ്പൊ ഇതാണ് ഈ പ്രോഗ്രാമിൽ നടന്നത്. ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ ഫംഗ്ഷൻ പല ടൈപ്പിലും പല രൂപത്തിലും ഉണ്ട്.